നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ മനോഹരമായതും സന്തോഷമായൊരു ദിവസമാണ്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണണേ. ഇവിടെ കസ്റ്റമർ സർവീസ് ആണ് പറയേണ്ടത്. എല്ലാവരും നല്ല രീതിക്കാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ വീട്ടിലേക്ക്, ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുവാണ് കേട്ടോ. എൻ്റെ പഴയ വണ്ടിയുടെ പേര് ലച്ചൂസ് എന്നായിരുന്നേ. അപ്പോൾ ഇവളും എൻ്റെ സ്വന്തം ലച്ചൂസാണ്. അപ്പോൾ ഏത് വാഹനമാണ്, ഏത് കമ്പനിയുടെ വണ്ടിയാണെന്നൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം നിങ്ങളും എൻ്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വണ്ടി എടുക്കാൻ പോകുന്ന ദിവസമാണ് ഇന്ന് തന്നെയാണ് കേട്ടോ വണ്ടി എടുത്തിരിക്കുന്നത്, ബുധനാഴ്ച. അപ്പം ഇന്ന് 24-ാം തീയതി ബുധനാഴ്ചയാണ്. അപ്പം ഇന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് താണ്ടെ രാവിലെ വണ്ടി എടുക്കാൻ പോകാനുള്ള ജോലി ഒരുക്കങ്ങളൊക്കെയാണ്. നമ്മുടെ കാർ ഷെഡിലാണല്ലോ നമ്മുടെ കാർ വന്ന് കിടക്കേണ്ടത്. അപ്പോൾ കാർ വന്ന് കിടക്കുന്ന സ്ഥലമെല്ലാം വൃത്തിയാക്കി, ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. രാവിലെ അപ്പം ഉള്ളിക്കറിയായിരുന്നു, അതെല്ലാം കഴിച്ചു. അതിനെല്ലാം ശേഷം അടുത്തത് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ആ പയറ് പച്ച സാരി എൻ്റെയും ഈ നീല സാരി അമ്മയുടെയുമാണ്. അപ്പോൾ സാരികളൊക്കെ നേരത്തെ എടുത്ത് വെച്ചു. ബ്ലൗസുകളൊക്കെ ഞാൻ നേരത്തെ നമ്മുടെ ഇവിടെ ഒരു മാമനുണ്ട് കേട്ടോ, മാമനെ കൊണ്ടാണ് ബ്ലൗസൊക്കെ തയ്പ്പിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തയ്ച്ച് തരും കേട്ടോ ബ്ലൗസൊക്കെ. അതിനുശേഷം ഇനി സാരി ഒന്ന് ഞൊറിവെടുത്ത് പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പണിയുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് പിടിക്കാം, പക്ഷേ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്, ഇനി അടുത്ത് മാറ്റണം, മെനക്കേടാണ്. അങ്ങനെ എങ്ങനെങ്കിലും സാരിയൊക്കെ ഞാൻ പിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ 11 മണിയാകുമ്പോൾ ഓട്ടോ വരും, അച്ചായിയും വരും അമ്പലത്തിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് അച്ചായിയുടെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ അച്ചായിയുടെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഞാനൊരു 3-4 ഷർട്ട് മേടിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തൊരു ഷർട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അച്ചായിക്കുള്ള ഷർട്ടും മുണ്ടും എല്ലാം എടുത്ത് വെച്ച് ഞാൻ അങ്ങനെ ആ സാരിയൊക്കെ ഉടുത്ത് ഇനി അമ്മയെ സാരി ഉടുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയെ സാരി ഞാൻ തന്നെ ഉടുപ്പിച്ചില്ലെങ്കിൽ എൻ്റെ മനസ്സിനൊരു തൃപ്തി കിട്ടത്തില്ല. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പെടച്ചടിച്ച് ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ അച്ചായി ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എളുപ്പമായിരുന്നു. അച്ചായി ഒരുങ്ങി. അപ്പോൾ നമ്മുടെ സനുവണ്ണൻ ഓട്ടോയ്ക്കകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ 3 പേരും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് ഓട്ടോയിൽ പോയിട്ട് വേണം ഞങ്ങളുടെ സുന്ദരിയായിട്ടുള്ള ഞങ്ങളുടെ ലച്ചൂസിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരവേറ്റുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സനുവണ്ണൻ്റെ കൂടെ ഞങ്ങൾ ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സനുവണ്ണൻ ചോദിക്കുകയാണ് ഏത് വണ്ടിയാണ് അങ്ങനെയൊക്കെ ഉള്ളതാണെന്നേ. അപ്പോൾ നമ്മൾ ഹൂണ്ടായിയുടെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹൂണ്ടായിയുടെ എക്സ്ട്രാ ആണ് ഞങ്ങൾ എടുക്കുന്ന വണ്ടി കേട്ടോ. അപ്പോൾ ഹൂണ്ടായിയുടെ പോപ്പുലറാണ്. അപ്പോൾ നമ്മുടെ ഇത് വരുന്നത് നമ്മുടെ കൊട്ടിയത്താണ് വരുന്നത്. അപ്പോൾ നല്ല ദൂരമല്ലേ, അപ്പോൾ കറങ്ങി തിരിഞ്ഞൊക്കെ വേണം പോകാൻ. അപ്പോൾ അതാണ് ഇങ്ങനെ സനുവണ്ണൻ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഷോറൂമിൽ കയറി ഒന്നാതെ പുറത്ത് നല്ല വെയിൽ. അപ്പോൾ ഷോറൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് നല്ല AC, നല്ല തണുപ്പുമാണല്ലോ. അപ്പം ഇത് നമുക്ക് ഷോറൂമിലുള്ള ഒരു സാറ് എടുത്തു തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നല്ല സർവീസാണ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ വീഡിയോയ്ക്കകത്ത്. ഹൂണ്ടായിയുടെ പോപ്പുലർ സർവീസിലെ ഈ അവരുടെ ഒരു സർവീസ് ഭയങ്കരമാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾ നല്ല ഫ്രണ്ട്ലിയാണ്. ലേഡീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ജെൻസ് സ്റ്റാഫ് ആയിക്കോട്ടെ, ആരായാലും വളരെ നല്ല സ്നേഹത്തോടാണ് കേട്ടോ നമ്മളോട് പെരുമാറുന്നത്. നമ്മളിപ്പോൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു വീട്ടിലായിക്കോട്ടെ, എവിടെങ്കിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളടുത്ത് പെരുമാറുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര വലിയ ഒരു വില തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു മേഡമായാലും അങ്ങനെ എല്ലാവരും നല്ല സ്നേഹമുള്ള സ്റ്റാഫാണ്. അപ്പോൾ കാർ എടുക്കണമെങ്കിൽ ഞാൻ കൂടുതലും നിങ്ങളുടെ അടുത്ത് പറയാണ്, ഹൂണ്ടായിയുടെ പോപ്പുലർ തന്നെ നിങ്ങൾ പോയി എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അവിടെ പോയി എടുക്കുക കേട്ടോ. നല്ല സർവീസാണ്, കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്. പുതിയ വണ്ടി നമ്മൾ എടുക്കുമ്പോഴുള്ള കാര്യം ഇതാണല്ലോ, ഒരുപാട് പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ കൂൾ ഡ്രിങ്ക്സ് വേണോ, ചായ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചൂടല്ലേ, കൂൾ ഡ്രിങ്ക്സ് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയും കുടിച്ച് ഞാനും കുടിച്ചോട്ടെ. ഇതാണ് വൈറ്റ്, നമ്മൾ എടുക്കുന്ന ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് ഹൂണ്ടായിയുടെ എക്സ്ട്രാ വൈറ്റ് ആണ് ആ കിടന്നത്. അപ്പോൾ നമുക്ക് കുറേ സംഭവം, ഇതൊരു ടിഷ്യൂ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ, നല്ല ചോക്ലേറ്റ് ആയിരുന്നു, അത് പറയണമല്ലോ. പിന്നെ കുറേ ഹാപ്പി മൊമെൻറ്റ്സുകൾ അവരിങ്ങനെ പോസ്റ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഒരുവിധം ഞങ്ങൾ തീർത്തതിന് ശേഷം നേരെ നമ്മുടെ വണ്ടിയുടെ ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെയും കുറച്ച് പേപ്പർ വർക്ക് കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ തീർത്ത് അച്ചായി സമയം വണ്ടിയുടെ എടുത്തിരിക്കുന്നത് 11:45, 12 മണിക്കകത്താണ് ഞങ്ങൾ വണ്ടിയുടെ സമയമൊക്കെ എടുത്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഡ്രീം മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലച്ചൂസ് നമ്മുടെ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് ഞങ്ങളുടെ പഴയ വണ്ടി ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ സ്വന്തം സുന്ദരിയായ ഞങ്ങളുടെ ലച്ചൂസാണ്, നമ്മുടെ ഹൂണ്ടായിയുടെ എക്സ്ട്രാ ആണ്.
അപ്പോൾ ഇതിൻ്റെ പച്ച കളർ, അതായത് റേഞ്ചർ കാക്കി എന്ന് പറയും ഇതിൻ്റെ പച്ച ആ ഒരു കളറിന് കേട്ടോ. അപ്പോൾ അതായിരുന്നു അച്ചായിക്ക് ഇഷ്ടം. പക്ഷേ അതിന് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു കളർ. അപ്പം നമുക്ക് ഇനിയും ഒരു 2 മാസത്തോളമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു റേഞ്ചർ കാക്കി കളർ നമുക്ക് വേണമെങ്കിൽ. അപ്പം ഇതിൻ്റെ റെഡ് അത്ര എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ നല്ല ലുക്കുമാണ്, സംഭവം കൊള്ളാം കേട്ടോ. ഇതിൻ്റെ സീറ്റിംഗ് ആയാലും സ്റ്റിയറിംഗ് ആയാലും എല്ലാം അടിപൊളി ഫീച്ചേഴ്സാണ് ഹുണ്ടായുടെ എക്സ്റ്ററിനകത്ത് വരുന്നത്. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ വണ്ടിയാണ് കേട്ടോ. ഓടിക്കാനൊക്കെ ഭയങ്കര സൂപ്പറാണ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അവർ കേക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നിന്നാണ് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോൺ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോസ് എടുക്കണമല്ലോ, അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചായി പറഞ്ഞ് ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചേ, എന്നിട്ട് നീ കേക്ക് മുറിച്ച് എനിക്ക് ഇങ്ങോട്ട് താ എന്ന് പറയുമായിരുന്നു അവിടെ നിന്നോണ്ടേ. അങ്ങനെ കുറച്ച് കേക്ക് എടുത്ത് ഞാൻ അച്ചായിക്കും കൊടുത്ത്, കുറച്ച് കേക്ക് എടുത്ത് അമ്മയുടെ കയ്യിലും കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് പണി എളുപ്പമായി, അമ്മയുടെ കൈ തുടയ്ക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷം സ്റ്റാഫിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേക്കൊക്കെ മുറിച്ചെടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഇത് എന്താണ് കസ്റ്റമറിൻ്റെ ഹാപ്പി മൊമെൻ്റ് ആണ്. അപ്പോൾ ഒരു മണി അടിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി 2 മണിയൊക്കെ അടിച്ച്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മുടെ വണ്ടി എല്ലാവരും കണ്ടല്ലോ. അപ്പം ഞങ്ങൾ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളുടെ റിവ്യൂ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാനിപ്പോൾ പോപ്പുലർ ഉണ്ടായിരുന്ന എൻ്റെ വണ്ടിയുടെ ഡെലിവറി ആയിരുന്നു ഇന്ന്. ഇവിടെ വന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ കുറേ ഷോറൂമുകളിലൊക്കെ പോയിടത്തെല്ലാം ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു ഗുഡ് എക്സ്പീരിയൻസ്. ആ സർവീസിൻ്റെ ആയാലും എല്ലാവിധ കാര്യങ്ങളിലായാലും നല്ല രീതിയിലായിരുന്നു ഡീലിംഗ് ചെയ്യാൻ കാര്യങ്ങളും എല്ലാം. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എടുത്തിരിക്കുന്നത് ഹുണ്ടായുടെ എക്സ്ട്രാ ആണ്, കാപ്പ മോഡല്. നല്ല ഇതായിരുന്നു. പിന്നെ നമുക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊടുത്ത് അതിന്റെ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 2-3 ഷോറൂം പള്ളിമുക്കിലും എല്ലായിടം പോയി ഹസ്ബൻഡ് പറഞ്ഞാണൊക്കെ തിരക്കിയിരുന്നത്. അപ്പൊ തിരക്കിയപ്പോ എല്ലാവരും നമുക്ക് കസ്റ്റമർ സർവീസ് ആയാലും വളരെ മോശം, നമുക്ക് നമ്മുടെ മനസ്സ് മടുക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു അവിടെയൊക്കെ. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത്. പോപ്പുലറിന് ശേഷമാണ് ഇവിടെ ഹുണ്ടായുടെ പോപ്പുലറി വന്നത്. അപ്പൊ വന്നു, ആദ്യം തന്നെ ഇവിടെ കസ്റ്റമർ സർവീസ് ആണ് പറയേണ്ടത് കേട്ടോ. എല്ലാവരും നല്ല രീതിക്കാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. അത് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം അത് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ എടുത്തേക്കുന്ന ഹുണ്ടായുടെ എക്സ്ട്രാ ആണ്. അപ്പൊ ഇന്നായിരുന്നു ഞങ്ങളുടെ വണ്ടിയുടെ ഡെലിവറി ഡേറ്റ് ആയിരുന്നു ഇന്ന്. അപ്പൊ വണ്ടിയൊക്കെ എടുത്ത് സന്തോഷമായി. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത് ഇവിടെ തന്നെ വരിക, നല്ല സർവീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹുണ്ടായി പോപ്പുലറിനെ കുറിച്ച് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പറയാനുള്ള റിവ്യൂ ആണ് നിങ്ങളെ കേട്ടത് കേട്ടോ. സൂപ്പറാണ്. ഞങ്ങൾ 5 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർ തന്നെയാണ്, അത്രയ്ക്ക് സൂപ്പറാണ്. എനിക്കും എൻ്റെ അച്ചായിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് ഞങ്ങളുടെ ലെച്ചൂസിനെ കൊണ്ടുപോകാനായിട്ട് കയറിയപ്പോഴത്തേക്ക് എൻ്റെ അച്ചായിക്കാണെങ്കിൽ ഈ സീറ്റ് കവറും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോഴും അവിടുത്തെ നിന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊളിച്ചു തരാമോ. അന്നേരം അച്ചായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് സൗകര്യം പോലെ പൊളിക്കാൻ പോരാ. അച്ചായി പറഞ്ഞ് വെയിലത്തെ കവറും എല്ലാം കൂടി ഇട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയെ ഇറക്കിയിട്ട് അമ്മ ഇരുന്ന സീറ്റിലേയും കൂടെ നമ്മളെടുത്ത് മാറ്റിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പോകുവാണ് കേട്ടോ. നമ്മുടെ ഹുണ്ടായുടെ പോപ്പുലറിൽ നിന്നും വണ്ടി എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ്. ഇതൊക്കെ അവിടുത്തെ സാറാണ് നമുക്ക് വീഡിയോ എടുത്ത് തന്നത് കേട്ടോ. ഇനി അവരുടേതായ രീതിയിൽ വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് തരും. എന്നാലും നമുക്കിന്ന് നമ്മുടെ യൂട്യൂബിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് പങ്കുവെക്കണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇത്രയും കുഴഞ്ഞിട്ടും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഞ്ഞു സന്തോഷമായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചത്. അപ്പം ഞങ്ങളിന്ന് കുറച്ച് കൊല്ലം സിറ്റിയിലൊക്കെ കുറച്ച് നേരം നമ്മുടെ പുതിയ വണ്ടിയല്ലേ, അപ്പം അച്ഛയുടെ കയ്യിലൊന്ന് നിൽക്കണമല്ലോ. അതിൻ്റെ ബ്രേക്കും ക്ലച്ചും കാര്യങ്ങളും എല്ലാം നമുക്ക് പുതിയത് തന്നെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈക്കിൽ അതൊന്ന് ഒതുങ്ങി വരണം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നമ്മുടെ കൊല്ലം സിറ്റി ചിന്നക്കട എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് കറങ്ങി. പിന്നെ ഇന്ന് ഫുഡൊക്കെ ഭയങ്കര സന്തോഷമുള്ള ദിവസമായിട്ട് പുറത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛയുടെ ഞാൻ പറഞ്ഞു നമുക്കിന്ന് സദ്യ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 3 പേരും സദ്യ തന്നെയായിരുന്നു കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ അച്ചായിയുടെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടില്ല. എൻ്റെ ലച്ചു പോയപ്പം നന്നായിട്ട് അച്ചായിക്ക് വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ സ്വന്തം ലച്ചു വന്നിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി VR Log 2 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.